ഹായ് ഹലോ. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ചവറക്കാരുടെ സ്വന്തം ബീച്ചായ 132 എന്ന് പറയുന്ന സൈറ്റിലേക്കാണ്. ചവറ AMC ജംഗ്ഷൻ്റെ അടുത്ത് നിന്ന് വെസ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഈ ബീച്ചുള്ളത്. ഇതാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അറ്റോമിക് എനർജിയുടെ അണ്ടറിൽ പ്രവർത്തിച്ച് വരുന്ന ഇന്ത്യൻ റെയർ എർത്ത് എന്ന് പറയുന്ന സ്ഥാപനം. ആൻഡ് ഡു യു നോ വൺ തിങ്, ഇവിടാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. നമ്മളുടെ ലൊക്കേഷൻ വരുന്നത് IREയുടെ മെയിൻ എൻട്രൻസിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്ന വഴിയിലാണ്. IREയുടെ തന്നെ മൈനിങ് ഏരിയാസാണിത്. അതിൽപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മളുടെ ലൊക്കേഷനും. അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ എത്തി. ഇവിടാണ് എൻ്റെ ബ്രൈഡ് ടു ബിയും മെറ്റേണിറ്റി ഷൂട്ടും എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഈ കായലുപോലെ കിടക്കുന്ന സ്ഥലമില്ലേ, അത് ശരിക്കും കായലല്ല, ഇത് ട്രഡ്ജിങ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ഏരിയയാണ്. ഓടിക്കളിക്കാൻ ഇത്രയും സ്ഥലം കിട്ടിയപ്പോഴത്തേന് ഋതുട്ടൻ്റെ കിളി പോയി. അവിടെ മൺകൂന് കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് ഒരു കുട്ടി പട്ടീനെ ഓട്ടിക്കുകയാണ്. ഇവിടെ ഓരോ ടൈം വരുമ്പോൾ ഓരോ ചേഞ്ചസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ അത് ആ മൺകൂനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ, അതിൻ്റെ മേളിൽ കയറി എന്നെങ്കിലേ കടൽ കാണാൻ പറ്റുള്ളൂ. നേരത്തെ ഈ ട്രീയുടെ അടിയിലിരുന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ മേളിൽ കയറിയെടുത്ത വിഷ്വലാണിത്. മെയിൻ ഹൈലൈറ്റ് ഈ ട്രീ ആണ്. എനിക്ക് ഈ ട്രീയുടെ അടിയിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെയും കുഞ്ഞിയുടെയും സ്ഥിരം സ്പോട്ടാണ്. ചില ഈവനിങ്സൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ ചേട്ടത്തി ഈ ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഇറങ്ങിയതാണ്. ഇത് ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഉള്ള വിഷ്വൽസാണ് സായുമ്മയായിട്ട്. ഇത് ആ ട്രീയുടെ അരികിൽ തന്നെ വെച്ചെടുത്ത വിഷ്വലാണ്. അതിൽ നിങ്ങൾക്ക് കാണാം, അന്ന് ഡയറക്റ്റ് കടലിങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെയാണ് മൺകൂനെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഉണ്ടായിരുന്നു. ആ കാറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അറിയണമെങ്കിൽ ഇത് ആ മൺകൂനയിലേക്ക് നോക്കിയാൽ മതി. മണ്ണ് പറക്കുന്നത് കണ്ടോ. എന്നാൽ ഇനിയും അടുത്ത മഴയ്ക്ക് മുന്നേ മടങ്ങാവുന്ന പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഋതുട്ടൻ ഈ പ്ലേസിൽ നിന്ന് പോരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാറിലേക്ക് കയറാനായിട്ട് വിളിച്ചിട്ട് കൂടി വരുന്നില്ല. അവസാനം കണ്ണൻ ചേട്ടൻ അവനെ പൊക്കിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റുമായിരുന്നു. ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്പോട്ടാണിത്. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.